വ്യത്യാസം മനസ്സിലാക്കൂ. നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ഈ ബികോം കഴിയുമ്പം ജീവിച്ചിരിപ്പുണ്ട് അടുത്ത ഡിഗ്രിക്ക് ചെയ്യും. ഇതിപ്പോ നമ്മൾ ആരെ കൊണ്ടുവരും പേരന്റ്സ് മീറ്റിംഗ്? എന്റെ മോനെ കൊണ്ടുവരും. ഈ 10ലും +2ലൊക്കെ പഠിക്കുമ്പോഴേ ഉറങ്ങുമായിരുന്നു. ടീച്ചേഴ്സ് എന്നാ വിളിക്കുന്നത്? അമ്മച്ചിന്ന് വിളിക്കുന്നവരുണ്ട്, ചേച്ചിന്ന് വിളിക്കുന്നവരുണ്ട്. പിന്നത്തെ പറയണത് അതാണ് എനിക്ക് അറിയേണ്ടത്. ടൂറൊക്കെ പോയാൽ ഞങ്ങൾ ഫ്രണ്ടിലേ ഇരിക്കത്തുള്ളൂ. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞ ഒരു ഭാഷയുണ്ട്. ഇനി എങ്ങനെയാ തങ്ങച്ചേച്ചിയുടെ പോത്തുകറി പോകുന്നത്? ഏത് നോവലുകളാണ് വായിച്ചുകൊണ്ടിരുന്നത്? അന്നൊക്കെ പൈങ്കിളി നോവല്. പൈങ്കിളി നോവലൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാകുമ്പോ ചെറുതായിട്ടൊരു പ്രേമമൊക്കെ ഇല്ല. ചുമ്മാ ഇല്ലടാ. സാൻഡ്ര മോഹൻ, പൂജ വിനായർ, അജിത് ബ്രൈറ്റ്, ജുനൈദ് എം, തങ്കമ്മ PM പ്രസന്റ്. പിന്നല്ല. അതെ, ഈ ബികോം പഠിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ 74ാമത്തെ വയസ്സിൽ ബികോം പഠിക്കുക എന്ന് പറയുന്നത് ഇത്തിരി കാര്യമുള്ള കാര്യമാണ്. പഠിക്കുന്ന സ്റ്റുഡന്റ് തങ്കമ്മ, നമസ്കാരം. നമസ്കാരം. എന്നാ ഉണ്ട് വിശേഷം? അതാദ്യം ചോദിക്കട്ടെ. സുഖമായിട്ട് ഇരിക്കുന്നു. ഇവിടെ ഈ കോളേജിൽ വന്ന് ഇന്നലെ ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ പരിപാടിയായിരുന്നു. സ്റ്റുഡന്റും ഒക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് ഓണാഘോഷം ആഘോഷിച്ചതിന്റെ സന്തോഷത്തിലിരിക്കുകയാണ്. ഇന്നലെ സെറ്റ് സാരി ഒക്കെ കൊടുത്തോണ്ടാണോ വന്നേ? പിന്നെ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സെറ്റ് മുണ്ട കൊടുത്ത. പ്രായം ഇത്ര ആയില്ലേ, അതുകൊണ്ട് 74 ഒരു പ്രായമാണോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. ഇപ്പൊ സെറ്റ് മുണ്ട് കൊടുത്ത. സെറ്റ് മുണ്ട് കൊടുത്താന്ന്. സദ്യയൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് ഇരിക്കും. അടിപൊളി സദ്യയായിരുന്നു. ഇന്ന് ക്ലാസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം എത്ര വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ സ്റ്റുഡൻസിനോടൊപ്പം ഇത്രയും പിള്ളേരോടൊപ്പം ഓണം ആഘോഷിക്കുന്നത്? അതൊന്ന് ചോദിക്കട്ടെ. കോളേജിൽ വെച്ച് ആഘോഷിക്കുന്നത് ഈ വർഷം 2024 +2 പഠിച്ചപ്പോഴും ഞങ്ങൾ ഓണാഘോഷിച്ചു അടിപൊളിയായിട്ട്. 10 പഠിച്ചപ്പോഴും ആഘോഷിച്ചു. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കോളേജിൽ വെച്ച് ഒരു കോളേജ് ജീവിതത്തിൽ വെച്ച് ഓണം ആഘോഷിക്കുന്നത് ആദ്യത്തെ അനുഭവമാണ്. എത്ര ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട്? ക്ലാസ് ഞാൻ വരാൻ തുടങ്ങിയിട്ട് ഇന്ന് 4-5 ദിവസമേ ആയുള്ളൂ. എങ്ങനെയുണ്ട് ക്ലാസ്? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ടീച്ചേഴ്സാണോ അടിപൊളി, പിള്ളേരാണോ അടിപൊളി, അതോ? ടീച്ചേഴ്സും അതെ, എൻ്റെ പിള്ളേരും അതെ, അടിപൊളി. കട്ടയ്ക്ക് സപ്പോർട്ടാണോ എല്ലാവരും? കട്ടയ്ക്ക് സപ്പോർട്ടാ. പുസ്തകമൊക്കെ കിട്ടിയായിരുന്നു? എല്ലാം കിട്ടിയില്ല, എന്നാലും ഒരു പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാ ക്ലാസ് ഇരിക്കുമ്പോ ഉറക്കം വരാറുണ്ടോ? ഇതുവരെ ഉറങ്ങിയില്ല. ഉച്ച കഴിഞ്ഞ് ചിലപ്പോ ഒന്നും മയങ്ങുമായിരിക്കും. ഉറക്കത്തിനുള്ള സമയം പ്രത്യേകമായിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ 10ലും +2ലൊക്കെ പഠിക്കുമ്പോഴേ ഉറങ്ങുമായിരുന്നു. അതിനുള്ളൂ. അതെ, 10ഉം +2 പോലെ അല്ല ബികോം. അതെനിക്കറിയാം. കുറച്ചും കൂടെ സീരിയസ് ആവേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തീർത്ത് പിന്നെ ഇരിക്കണ ഈ ഹോംവർക്ക് ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അസൈൻമെന്റ് ഒക്കെ +2 എഴുതി തന്നതൊക്കെ ആദ്യമേ കൊണ്ടുവയ്ക്കണേ ഞാനായിരിക്കും. അത് നല്ല കളർഫുള്ളാക്കിയാണ് കൊണ്ടുവയ്ക്കുക. അതൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. രാവിലെ എപ്പോ എഴുന്നേക്കും? രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. അപ്പൊ എപ്പോ കിടക്കും? വൈകിട്ട് 10-ന് കിടക്കും. ചിലപ്പോ 11-നാകും. ചില ദിവസം ഉറക്കം വരാത്തപ്പോ 12. അന്നമാമ എന്നും കോളേജിൽ വരുന്ന കോളേജ് ബസ്സിലാണ് നമ്മളിപ്പോ ഉള്ളത്. അന്നമാമേ, എന്തോ ഈ കോളേജ് ബസ്സിലെ യാത്ര? ഞാൻ ബസ്സിൽ കയറുമ്പോഴത്തേക്ക് ഫ്രണ്ടിലൊരു ടീച്ചർ അല്ലെ സാറിരിക്കും, അല്ലെങ്കിൽ അന്നേരം ഇവിടെ സീറ്റ് കിട്ടും. പിള്ളേരൊക്കെ പിന്നെ ഞാൻ പറയും ടീച്ചർ ഇരുന്നോന്ന് പറഞ്ഞാൽ വേണ്ട ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞ് നമ്മളെ ഇരുത്തും. ആദ്യമായിട്ടാണോ ഈ കോളേജ് ബസ്സിലെ യാത്ര? ഈ 10നും +2ലൊക്കെ എങ്ങനെ ബസ്? സാധാ ബസ്സില്ല, ലൈൻ ബസ്സിന്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് വീട്ടിലേക്ക്? ഒരു 5-8 കിലോമീറ്റർ കാണും. ഉണ്ട്. ഓക്കെ. അവിടുന്ന് ഇവിടെ വരേക്കും ബസ്സുകൾ, അങ്ങനെ ബസ് സൗകര്യങ്ങളോ? ബസ് സൗകര്യങ്ങളില്ല ഇവിടം വരെ. എലഞ്ഞി വരെ ബസ്സുണ്ട്. എലഞ്ഞി ഇങ്ങോട്ട് ബസ്സില്ല. ടൂറൊക്കെ പോയാൽ ഞങ്ങൾ ഫ്രണ്ടിലേ ഇരിക്കത്തുള്ളൂ. തൊഴിലുറപ്പിൽ നിന്നൊക്കെ ടൂറിന് പോയാ സീറ്റ് അവിടെ വെറുതെ കിടക്കത്തേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ഏറ്റു നിൽക്കത്തേ ഉള്ളൂ. +2 അടിപൊളി ടൂറായിരുന്നു. വാഗമൺ. എത്ര ദിവസത്തെയായിരുന്നു? ഒരു ദിവസം 1 ഡേ ടൂർ ആയിരുന്നു. എന്നാലും അവിടെ പോയി ഞങ്ങൾ ടീച്ചേഴ്സും
ഒക്കെ കൂടെ കൂടി മൊട്ടക്കുന്നിലൊക്കെ പോയി അവിടെ അടിച്ച് പൊളിച്ച് ഷൂട്ടൊക്കെ ചെയ്താ പോന്നെ, ഡാൻസ് ഒക്കെ കളിച്ച് ഒക്കെ അങ്ങനെ അടിപൊളി ടൂറായിരുന്നു. അതൊക്കെ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുക. ഡിഗ്രിക്ക് എങ്ങോട്ടാ ടൂർ പോവാൻ മനസ്സിലൊരു പ്ലാൻ? അങ്ങനെയൊന്നുമില്ല, ഇവരെവിടെ കൊണ്ടുപോയാലും പോകാൻ ടൂർ എവിടെ പോണേലും അടിപൊളിയായിട്ട് പോകും. ക്യാൻറ്റീനിൽ വന്നിട്ടാണോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറ്? ഈ ആഴ്ച മുഴുവൻ ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചത്. ആണോ? വീട്ടിൽ നിന്ന് സാധാരണ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാറുണ്ടായിരുന്നോ? പ്ലസ് ടുവിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പൊ എന്നാ കറിയൊക്കെ കൊണ്ടുപോകുന്നേ? കറി കൊണ്ടുപോകുന്നത് മീൻ കൊണ്ടുപോകും, ഇറച്ചി കറി വെച്ച് കൊണ്ടുപോകും, മുട്ട പൊരിച്ച് കൊണ്ടുപോകും. ഞാൻ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് എനിക്ക് മമ്മി മുട്ട പൊരിച്ചതും ഒരു തോരനും മഞ്ഞക്കറിയും, നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറയുന്ന പോലെ ഇന്നും മഞ്ഞക്കറി മുട്ടയാന്നല്ലേടാ എന്ന് ചോദിക്കുന്ന പോലെ ആയിരുന്നു എന്റെ കാര്യം. അതുപോലെ തന്നെയാണോ മഞ്ഞക്കറിയൊക്കെ കൊണ്ടുവരാറുണ്ടോ? മഞ്ഞക്കറി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു തോരൻ കൊണ്ടുപോകും പ്രധാനമായിട്ട്. ചിലപ്പോൾ ഞാൻ ഈ ചമ്മന്തിയൊക്കെ അരച്ച് കൊണ്ടുപോകും. പിന്നെ ഞാൻ പൈനാപ്പിൾ അച്ചാറിടും. പൈനാപ്പിൾ അച്ചാറോ? അതുകൊണ്ടായി കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായി. സാർമാർക്കൊക്കെ ഞാൻ കുപ്പിക്കകത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. പൈനാപ്പിൾ അച്ചാറിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പൊ ക്യാൻറ്റീനിൽ വന്ന് കഴിക്കുമ്പോ ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാ ഉച്ചക്ക് കഴിക്കാറ്? പൊതുവെ ചോറും കറിയാ കഴിക്കാറുണ്ട്. ചോറ് എന്തൊക്കെ കറികളാ? കുറെ കറികൾ ഉണ്ടാവാറുണ്ടോ? മോരിൻ്റെ ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല. മോരിഷ്ടമല്ല. പിന്നെ ഞാൻ സാമ്പാർ കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ളതൊക്കെ കഴിക്കുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം, കൂട്ടുകാരികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി എന്നാ? ഞാൻ എന്ത് കറി കൊണ്ട് കൊടുത്താലും, ഒരു ചമ്മന്തി അരച്ചു കൊണ്ട് കൊടുത്താലും നല്ലതാണെന്ന് പറയും. എൻ്റെ കുക്കിംഗ് സ്കില്ലിനെ ചോദ്യം ചെയ്യരുതെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞൊരു ഭാഷയുണ്ട്, ഇനി എങ്ങനെ തങ്ങച്ചച്ചിയുടെ പോത്തുകറി കൂട്ടുന്നത്. പോത്തുകറി, പൈനാപ്പിൾ അച്ചാറ്, എന്തൊക്കെ കാണണം. വലിയ കടുകട്ടി ബുക്കുകളൊക്കെ ആണല്ലോ. എന്തുവാ? ഞാൻ മലയാളം നോക്കിയത്, അത് ഇംഗ്ലീഷായി. എങ്ങനത്തെ ബുക്കാ ഇഷ്ടം? പൊതുവെ കഥയുണ്ടേലും മതി, കവിതയുണ്ടേലും മതി. ഇത് കംപ്ലീറ്റ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി കേട്ടോ. നമുക്ക് പറ്റുന്നതല്ലെന്ന് തോന്നുന്നു. ഞാനും മലയാളത്തിന്റെ ആളാ. 10ലും പ്ലസ് 2ലൊക്കെ പഠിക്കുമ്പോൾ ലൈബ്രറിയിലൊക്കെ പോവാറുണ്ടായിരുന്നോ? ഉണ്ട്. അതിന് മുമ്പേ പോകുമായിരുന്നു, ലൈബ്രറിയിൽ പോയി നോവലെടുക്കാൻ. നോവൽ എടുക്കുമായിരുന്നോ? ഏത് നോവലുകളാണ് വായിച്ചുകൊണ്ടിരുന്നത്? പ്രണയ നോവലുകൾ? അന്നൊക്കെ പൈങ്കിളി നോവൽ. അന്നൊക്കെ പൈങ്കിളി നോവലായിരുന്നു. മുട്ടത്ത് വർക്കിയുടെ, കാരണത്തിന്റെ ഒക്കെ നോവലായിരുന്നു വായിച്ചോണ്ടിരുന്നത്. അത് ചോദിക്കട്ടെ, പൈങ്കിളി നോവലൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാകുമ്പോ ചെറുതായിട്ടൊരു പ്രേമമൊക്കെ? ഇല്ല, ചുമ്മാ ഇല്ലടാ. 74ാമത്തെ വയസ്സിൽ കോളേജിൽ പഠിക്കാൻ വന്നെന്ന് തോന്നാൻ കാരണം എന്താ? പ്ലസ് 2 ജയിച്ചു കഴിഞ്ഞപ്പം ചാനലുകാർ വന്നിട്ടുണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ചാനലുകാർ വന്നു. ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. BA എടുക്കാനാണ് പ്ലാൻ ഇരുന്നത്. BA മലയാളത്തിന് എനിക്ക് സാധിച്ചില്ല. അപ്പം നമ്മൾ സാമ്പത്തികം കുറഞ്ഞവരാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഡിഗ്രി, അതാണ് ഡിഗ്രി എടുക്കാൻ കാരണം. പ്ലസ് 2 കൊണ്ട് നിർത്താനായിരുന്നു ഇരുന്നത്. അപ്പൊ അന്ന് ചാനലുകാരൊക്കെ വന്ന് പത്രത്തിലൊക്കെ വന്നപ്പോഴത്തേക്കും വലിയ ഫേമസ് ആയില്ലേ, സെലിബ്രിറ്റി ആയി. അപ്പൊ കുറച്ചുകൂടി പഠിക്കാമെന്ന് അങ്ങനെ ഡിഗ്രിക്ക് പോകാന്ന് തീരുമാനിച്ചു. കൂട്ടുകാരികളും കൂട്ടുകാരന്മാരൊക്കെ എന്നെ വിളിക്കുന്നത് ചേച്ചിന്ന് വിളിക്കും, അമ്മച്ചിന്ന് വിളിക്കും. ടീച്ചേഴ്സ് എന്നാ വിളിക്കുന്നേ? അതാണ് എനിക്ക് അറിയേണ്ടത്. ടീച്ചേഴ്സ് പല പേര് വിളിക്കുന്ന ടീച്ചേഴ്സാണ് എനിക്കുണ്ട്. അമ്മയെന്നും അമ്മച്ചിന്ന് വിളിക്കുന്നവരുണ്ട്, ചേച്ചിന്ന് വിളിക്കുന്നവരുണ്ട്. പിന്നത്തെ പറയണത് അതെന്റെ ചെല്ലപ്പേര്, അത് ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ എന്റെ ചെല്ലപ്പേരാ. അതെന്റെ തൊഴിലുറപ്പ് കൂട്ടുകാരിട്ട പേരാ, തങ്കൂസേ തങ്കൂസെന്ന്. നല്ല സ്വീറ്റ് നെയിം ആണല്ലോ, തങ്കൂസ്. അതെ, ഇപ്പൊ ഈ വിളിക്കുന്ന തങ്കൂസ് എന്നുള്ള പേരൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് വിളിക്കുന്ന ഈ പേരൊക്കെ, ഈ പേപ്പറൊക്കെ കിട്ടി മാർക്കൊക്കെ കിട്ടി കഴിയുമ്പോ ഒന്ന് മാറാൻ സാധ്യതയുണ്ട്. ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. അതിന് ഇത്ര കോൺഫിഡൻസ്? പഠിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. ഡിഗ്രി പാസ് ആകും. അതെ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അയ്യോ, ഇത്രയും പ്രായമായില്ലേ. ഈ നമ്മൾ പൊതുവെ പേരൻസ് ആണ് നമ്മുടെ PTA മീറ്റിങ്ങിനൊക്കെ വരുന്നത്. ഇതിപ്പോ നമ്മൾ ആരെ കൊണ്ടുവരും പേരൻസ് മീറ്റിങ്ങിന്? മക്കളെയാണോ കൊണ്ടുവരാൻ പ്ലാൻ? എന്റെ മോനെ കൊണ്ടുവരും. മക്കള് സപ്പോർട്ടാണോ? കട്ട സപ്പോർട്ടാണോ? സപ്പോർട്ട്. മക്കൾ ഇങ്ങനെ പഠിക്കാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നാ പറഞ്ഞേ? പൊക്കോളാൻ പറഞ്ഞു.
കൊണ്ടുവിടാറൊക്കെ ഉണ്ടോ? ഇവിടെ അടുത്ത് തന്നെയാണോ ഈ വീട്? കഴിഞ്ഞ ദിവസം രാവിലെ 7 മണിക്ക് ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അന്നേരം എന്നെ ഇവിടെ കൊണ്ട് വിസാറ്റ് കോളേജിൽ കൊണ്ട് വിട്ടേച്ചാവും പണിക്ക് പോയത്. അയ്യോടാ, 7 മണിയായപ്പോ. ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയോ ഇവിടെ? ഒന്ന് ബെസ്റ്റ് രണ്ട് ഫ്രണ്ട്സ് അല്ല, പേരൊക്കെ. ഫ്രണ്ട്സ് ആയോ? ഫ്രണ്ട്സായി. ഇന്നലെ ഓണം സെലിബ്രേഷൻ ഇവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. അവരോട് ഇന്ന പോലെ ഇത് ചെയ്യണം, മുണ്ടുടുക്കണം, ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇവന്മാരെ സുന്ദരന്മാരാക്കി ഞാൻ ഇറക്കിക്കൊണ്ടായി. എന്തൊക്കെ ചെയ്താലല്ലേ ഒന്ന് പഠിക്കാൻ വന്നാ കൊണ്ടുടുപ്പിക്കണം അല്ലെ, ഓണത്തിന് റെഡിയാക്കണം. ഇതൊക്കെ കഷ്ടപ്പാടാണ്. ഇങ്ങനെയാ മക്കളെ മുണ്ടുടുക്കണമെന്നും പറഞ്ഞ ആ കരയൊക്കെ ചുവന വെച്ച് ഇവന്മാരെ കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഞങ്ങളുടെ പിള്ളേരെ കൊണ്ടുപോയി. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ കൂട്ടുകാരുടെ? ഉണ്ട്. അമ്പടി, പിന്നെ ഞങ്ങളുടെ തൊഴിലുറപ്പിന്റെ ഗ്രൂപ്പ് ഉണ്ട്, കുടുംബശ്രീയുടെ ഗ്രൂപ്പ് ഉണ്ട്, +2-ന്റെ ഗ്രൂപ്പ് ഉണ്ട്. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത പടി എന്നതാ? നമ്മൾ എന്നാ പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്കൊരു ജോലി കിട്ടത്തില്ല. വയസ്സ് 74ആയി. അത് കിട്ടാതെ വരുന്തോറും ഇനി ഇതുപോലെ ഹാപ്പി ആയിട്ട് പിള്ളേരുടെ കൂട്ടത്തിൽ കുറച്ചുകൂടെ വിദ്യാഭ്യാസം അടുത്ത എന്താണോ ഡിഗ്രിക്കുള്ളത്, ഈ BCom കഴിയുമ്പം ജീവിച്ചിരിപ്പണ്ട അടുത്ത ഡിഗ്രിക്ക് ചേരും ഞാൻ. പിന്നല്ല, പഠിച്ചങ്ങ് നടക്കും, ജോളിയാക്കി. ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോഴും അപ്പം തങ്കമാമ ഇപ്പൊ പണിക്ക് പോവാത്തോണ്ട് ആരാ ഫീസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഫീസ് ഈ കോളേജുകാർ തരും. എൻ്റെ ഫീസ് എനിക്ക് അവർ തരും, വണ്ടിക്കൂലിയും ഫീസും അവർ തരും. മുന്നേ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെയോ? അത് ഗവൺമെന്റ് അടയ്ക്കുമായിരുന്നു ഫീസ്. 10നും +2 നും. ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് അന്നേരം എത്ര പേരുണ്ടായിരുന്നു ഇവിടെ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ആയിട്ട്? ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. അപ്പൊ അതിനകത്തൊരു 15 പേരുണ്ടായിരുന്നു. ഒരു ഇത്രയും ചെറിയ പിള്ളേരാണ്. അപ്പം കയറി വന്നു കഴിഞ്ഞപ്പോ ഒരു ചമ്മലോ ഒരു പേടിയോ അവരെ ഫേസ് ചെയ്യാൻ ഒരു മടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതൊന്നും എനിക്കില്ല. അതൊന്നും പണ്ടേ എനിക്കില്ല. ഇല്ല. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ്, the true ice cream. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും.